+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ചാപ്റ്റർ 4-ലെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഹൈബ്രിഡൈസേഷൻ എന്താണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചു. 1-2 എക്സാമ്പിൾസ് ഒക്കെ ഞാനന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ഏതൊക്കെ മോളിക്യൂൾസിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്തിട്ട് 2-3 ക്വസ്റ്റ്യൻസ് മുന്നേയുള്ള വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ sp3 ഹൈബ്രിഡൈസേഷൻ 3 എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്: മീതെയിൻ, വാട്ടർ മോളിക്യൂൾ ആൻഡ് അമോണിയ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് മീതെയിൻ നോക്കാം. മീതെയിനിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് വാട്ടറിൻ്റെയും അമോണിയയുടെയും ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എളുപ്പമായിട്ടുള്ള മീതെയിൻ ആദ്യം പഠിക്കാം, അത് കഴിഞ്ഞിട്ട് വാട്ടറും അമോണിയയും നോക്കാം. അപ്പോൾ മീതെയിൻ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു s ഓർബിറ്റലും 1 s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടി മിക്സ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ മീതെയിൻ. മീതെയിൻ്റെ ഫോർമുല എന്താണ്? CH4. അപ്പോൾ ഇതിൽ സെൻട്രൽ ആറ്റം എടുക്കുക, അതായത് സിംഗിൾ ആയിട്ട് വരുന്ന ആറ്റം, അത് കാർബൺ ആണ്. എന്നിട്ട് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എഴുതി അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അങ്ങോട്ട് എഴുതുക. ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ: 1s2, 2s2, 2p2. ഇതിൽ നമുക്ക് ഈ വാലൻസ് ഷെല്ല് മാത്രം മതി, അതായത് ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് മാത്രം കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് ഷെല്ലിനെയാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോൺസ് മാത്രം നോക്കിക്കേ. 2s2, 2sൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, അത് ഞാൻ ബോക്സ് വരച്ച് റെപ്രസെൻ്റ് ചെയ്തതാണ്. 2pയിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2sൽ 2 ഇലക്ട്രോൺസ്, പിയിൽ അത് px, py, pz ഇങ്ങനെ കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ അതിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ pzൽ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ കോൺഫിഗറേഷനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഇതിൽ ചെയ്യുന്ന നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ എഴുതണം. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 2sൽ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺസ് ഒരെണ്ണം ഈ വേക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇല്ലാത്ത pz ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും, ഇങ്ങോട്ടേക്ക് ചാടും. ഓക്കെ, ഇത് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾസിന് എനർജി കിട്ടണം. എനർജി കിട്ടിയാൽ മാത്രമാണ് ഈ എക്സൈറ്റേഷൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിക്കുക, എങ്ങനെ ഇരിക്കും. അതായത് 2sൽ 1 ഇലക്ട്രോൺ, ഇപ്പോൾ കോൺഫിഗറേഷൻ ഇങ്ങനെ മാറിപ്പോയി. 2s1, നേരത്തെ അത് 2s2 ആയിരുന്നു, ഇപ്പോൾ 2s1 ആയി. ഇനി പിയിലെ 3 ഇലക്ട്രോൺസ്, 3 ഇലക്ട്രോൺസ് 3 ഓർബിറ്റലിൽ എഴുതാം. pxൽ 1, pyൽ 1, pzൽ 1. ഓക്കെ, അപ്പോൾ സിംഗിൾ ഇലക്ട്രോൺ എഴുതുന്നതാണ് 2 ആരോയും കാണിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് 2s1, 2p3 കോൺഫിഗറേഷനായി. അതായത് s ഓർബിറ്റലും 3 p ഓർബിറ്റലിലും ഓരോരോ ഇലക്ട്രോൺസ് ഇരിക്കുന്നു. അതായത് ഒരു എസും 3 p കൂടിയാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡൈസേഷനെ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. അപ്പോൾ എന്തൊക്കെ എഴുതി? ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എഴുതുക, അത് കഴിഞ്ഞിട്ട് 2s ഓർബിറ്റിൽ 1 ഇലക്ട്രോൺ വേക്കൻ്റ് ആയിട്ടുള്ള pzലേക്ക് ജമ്പ് ചെയ്യുക. സോ ഈ കോൺഫിഗറേഷന് പറയുന്ന പേരാണ് എക്സൈറ്റഡ് കോൺഫിഗറേഷൻ. എക്സൈറ്റഡ് കോൺഫിഗറേഷനിൽ എല്ലാ ഓർബിറ്റിലും ഓരോരോ ഇലക്ട്രോൺസ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. സോ എന്നിട്ട് പറയുക ഇത് 3 കൂടി, ഈ 1sഉം 3 p കൂടി മിക്സ് ചെയ്യുന്നു. സോ ദാറ്റ് വി വിൽ ഗെറ്റ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതായത് ഈ 3 ഓർബിറ്റൽ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു. s ഓർബിറ്റലിലെ ഷേപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. s ഓർബിറ്റലിലെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്, അതായത് റൗണ്ട് ഷേപ്പാണ്. അതേസമയം p ഓർബിറ്റലിന് ഡംബൽ ഷേപ്പാണ്. p ഓർബിറ്റൽ 3 എണ്ണം ഉണ്ട്. px ഉണ്ട്, py ഉണ്ട്, പിന്നെ pz ഉണ്ട്. അതായത് നമ്മൾ 3 ആക്സിസിൽ വരയ്ക്കുന്നതാണ് ഇത് 3. അത്രയും വ്യത്യാസമുള്ളൂ, ഷേപ്പൊക്കെ ഒന്ന് തന്നെ. ഓക്കെ, ഇങ്ങനെ 3 ഓർബിറ്റൽ കൂടി മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുമ്പോഴാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടുന്നത്. ഇവിടെ s ഓർബിറ്റലിലെ എനർജി അല്ല p ഓർബിറ്റൽസിന്. p ഓർബിറ്റലിലെ ഷേപ്പ് വേറെയാണ്, എനർജി വേറെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഓഫ് ഡിഫറെൻറ്റ് എനർജിയും
അതുപോലെ ഡിഫറെൻ്റ് ഷേപ്പും തമ്മിലാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഓർബിറ്റൽസിന് എല്ലാം തന്നെ ഒരേ സൈസ് ആയിരിക്കും, ഒരേ ഷേപ്പ് ആയിരിക്കും, ഒരേ എനർജി ആയിരിക്കും. ഈ പ്രോസസ്സിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും നോക്കാം. പുതിയ ഓർബിറ്റൽസ് വരയ്ക്കുകയാണ് അത് ഹൈബ്രിഡൈസേഷന് ശേഷം ഇത് ഒരു ഓർബിറ്റലാണ്. ഇനി നെക്സ്റ്റ് ഓർബിറ്റിൽ സെക്കൻഡ് ഓർബിറ്റൽ. ഇത് മൂന്നാമത്തെ ഞാൻ ഇപ്പർ സൈഡിലേക്ക് വരയ്ക്കുകയാണ്. ഇത് മൂന്നാമത്തെ ഓർബിറ്റൽ. ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ച് സ്ട്രക്ചർ കുറച്ച് കയറി ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, എല്ലാം ഒരേ സൈസാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എല്ലാം ഒരേ സൈസ് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ പിന്നെ മൂന്നാമത്തേത്, നാലാമത്തേത് വരയ്ക്കും. ഈ കുഞ്ഞു കുഞ്ഞു വരച്ചിരിക്കുന്നതിൻ്റെ നോട്ട്സ് ആണോ? ഇനി ഈ കിട്ടിയിരിക്കുന്ന പുതിയ ഓർബിറ്റൽസിനെയാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടന്നിട്ട് നമുക്ക് കുറച്ച് ഒരു 4 പുതിയ ഓർബിറ്റൽസ് കിട്ടി. ഈ പുതിയ ഓർബിറ്റൽസിന് പറയുന്ന പേരാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് 4 ഒരുപോലെയാണ്, എനർജി സെയിം ആണ്, സൈസ് കറക്റ്റ് ഒരേപോലെ ആയിരിക്കും. ഈ പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ. ഇതാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാർബണിൻ്റെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഹൈഡ്രജൻ, നമ്മളിനി മോളിക്യൂളിൽ നോക്കിക്കേ, മോളിക്യൂളിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജൻ്റെ ഓർബിറ്റൽസ് എടുക്കണം. ഹൈഡ്രജൻ്റെ കോൺഫിഗറേഷൻ എന്താ? ഹൈഡ്രജന് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. Z=1, അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s1. ഓക്കെ, അതായത് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 1s ഓൾറെഡി നമുക്ക് 2 ഇലക്ട്രോൺസ് വേണം, പക്ഷെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇലക്ട്രോൺ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ പുതിയ ഓർബിറ്റൽസിലെല്ലാം ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ സ്ട്രക്ചർ എഴുതിയല്ലോ, 2s1, 2px1, 2py1, 2pz1 നമ്മൾ എഴുതിയില്ലേ. ഈ ഇലക്ട്രോൺസ് എല്ലാം നമ്മുടെ ഹൈബ്രിഡ് ഓർബിറ്റലിൽ വേക്കൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കണ്ടോ, ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ്. അതെല്ലാം സിംഗിൾ ആണ്. ഈ ഇലക്ട്രോൺസ് ഓരോന്നും ഹൈഡ്രജൻ്റെ, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുന്നത് 4 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽസ് വരയ്ക്കണം. നിങ്ങൾ 1s1 ഓർബിറ്റൽസ് വരയ്ക്കണം. അപ്പോൾ ഈ സെയിം സ്ട്രക്ചർ തന്നെ ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ കുറച്ചൊക്കെ താഴത്തേക്ക് ഇറക്കി വരയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഒരു ഓർബിറ്റൽ. ഇനി ഇത് സെക്കൻഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ, തേർഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് നാലാമത്തേത്. ഓക്കെ, ഇനി ഇതിലെല്ലാം 1 ഇലക്ട്രോൺ ഉണ്ടെന്ന് അസ്യൂം ചെയ്തോളൂ. ഇത് ഹൈഡ്രജൻ്റെ 1s ഇലക്ട്രോണുമായിട്ടാണ് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കിവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. 1s ഓർബിറ്റലിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം, സ്ഫെറിക്കൽ ആണ്. ഇത് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലാണ്, 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവർ തമ്മിൽ ഈ ഓർബിറ്റലിലുള്ള പുതിയ ഓർബിറ്റലിലുള്ള 1 ഇലക്ട്രോണും ഈ ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണും ഷെയർ ചെയ്യും. ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഹൈഡ്രജൻ എടുക്കുക. സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഇത് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ. ഇതുപോലെ 4 ഓർബിറ്റൽ ഇതിന് ചുറ്റും വരച്ച് വയ്ക്കുക. 1s, ഇവിടെയും 1s ഓർബിറ്റൽ. ഇതെല്ലാം 4 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽസ് ആണ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോണുകൾ തമ്മിൽ 1s ഓർബിറ്റൽസും അതുപോലെ 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽ തമ്മിൽ മിക്സ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു പുതിയ മോളിക്യൂളാണ്. അതായത് ഇത് കാർബണിൻ്റെ 4 ഓർബിറ്റൽസ് ആണ് ഇവിടെ ആക്ച്വലി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാർബൺ ഈ ഓവർലാപ്പ് വഴി ഈ പുതിയ ഹൈബ്രിഡ് ഓർബിറ്റലും 1s ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് കിട്ടും. ഇത് സിഗ്മ ബോണ്ടാണ്. അതുപോലെ നെക്സ്റ്റ് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് കിട്ടും. ഇതിങ്ങനെ സ്ട്രെയിറ്റ് അല്ല, അതിനൊരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ആംഗിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇരിക്കും. കാർബണിൻ്റെ
ഹൈഡ്രജൻ ബോണ്ട്, കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. ദെൻ ഇനി ഈ സൈഡിലെ ഹൈഡ്രജൻ, ഇത് മൂന്നാമത്തേത്, ഇത് നാലാമത്തെ ഹൈഡ്രജൻ. ഇങ്ങനെ 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ അവിടെ ഫോം ചെയ്യും. 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് വിൽ ഫോം. ഓക്കെ, ഇതിൻ്റെ ബോണ്ട് ആംഗിൾ, ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്, ഇങ്ങനെയും പറയാം. 109 ഡിഗ്രി 28 മിനിറ്റ്സ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീഥേൻ്റെ സ്ട്രക്ചർ. എന്നിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യിക്കുക. ഈ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് നമ്മുടെ sp3 ഹൈബ്രിഡൈസേഷൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അതിൽ. അപ്പം എന്തൊക്കെ പറഞ്ഞു sp3 ഹൈബ്രിഡൈസേഷനിൽ? ആദ്യം കാർബണിൻ്റെ സ്ട്രക്ചർ എഴുതുക. കാർബണിൻ്റെ സ്ട്രക്ചർ എഴുതിയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനും എക്സൈറ്റഡ് കോൺഫിഗറേഷനും എഴുതണം. എങ്ങനെയാണ് എക്സൈറ്റഡ് കോൺഫിഗറേഷൻ എഴുതുന്നത്? 2sൽ ഒരു ഇലക്ട്രോൺ 2pയിലേക്ക് ജമ്പ് ചെയ്യിക്കുക. അപ്പോൾ എല്ലാ എസ്സിലും പിയിലും ഒക്കെ 1 ഇലക്ട്രോൺ വെച്ച് കിട്ടും. ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 4 പുതിയ ഓർബിറ്റൽസ് കിട്ടും. അതിനെയാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി ആ പുതിയ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ കിട്ടും. ഓക്കെ, ഇതിനിടയിലുള്ള ആംഗിളാണ്, ബോണ്ട് ആംഗിളാണ് 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ മീഥേൻ്റെ sp3 ഹൈബ്രിഡൈസേഷൻ. അടുത്തതായിട്ട് നമുക്ക് അമോണിയ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കാം. അമോണിയ മോളിക്യൂളും ഇത് പറഞ്ഞതുപോലെ തന്നെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ആദ്യം നൈട്രജൻ, ഇതിലെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അതായത് സിംഗിൾ ആറ്റം ആണ് എപ്പോഴും സെൻട്രൽ ആറ്റം. അപ്പോൾ നൈട്രജൻ എടുക്കുക, നൈട്രജൻ അറ്റോമിക് നമ്പർ എഴുതി അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p3. എന്നിട്ട് ലാസ്റ്റ് ഷെല്ലിലെ കോൺഫിഗറേഷൻ മാത്രം എടുക്കുക. 2s2, 2sൽ 2 ഇലക്ട്രോൺ, പിയിൽ 3 ഇലക്ട്രോൺ, 2p3 കോൺഫിഗറേഷൻ എടുത്തു. ഇനി സാധാരണ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതും, പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2sൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, പിയിൽ 3 ഇലക്ട്രോൺസ്, സിംഗിൾ ഒക്യുപ്പൈഡ് ആണ്, പക്ഷേ 3 എണ്ണം ഉണ്ട്. അവിടെ ഓർബിറ്റൽസ് വേക്കൻ്റ് ഇല്ല എക്സൈറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇവിടെ എക്സൈറ്റേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് ഈ എസ്സിൽ ഇലക്ട്രോൺസും പിയിൽ നമുക്ക് 3 ഇലക്ട്രോൺസ് ഉണ്ട്. 3 p ഓർബിറ്റൽസ് ഉണ്ട് ഇവിടെ, 3 p ഓർബിറ്റൽസ്. ഇവർ തമ്മിൽ മിക്സ് ചെയ്യും. അതായത് 1 s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. ഓക്കെ, ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും നമ്മൾ മിക്സ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിഷയമുള്ളത്, ഈ 2sലെ ഇലക്ട്രോൺസ് ഇവിടെ ഫിൽഡ് ആണ്. ഈ 2sലെ ഫിൽഡ് ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്നത് ലോൺ പെയർ എന്നാണ് പറയുക. ലോൺ പെയർ. ഈ ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് വെറുതെ നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ലോൺ പെയർ എന്ന് പറയുന്നത്. പിയിലെ 3 ഇലക്ട്രോൺസ് മാത്രമാണ് ബോണ്ടിങ്ങിൽ വരുന്നത്. അതായത് ഹൈഡ്രജൻ ആയിട്ടാണ് ഇവർ ബോണ്ട് ചെയ്യാൻ പോകുന്നത്. ഈ മോളിക്കുലർ സ്ട്രക്ചർ നോക്കിക്കേ, NH3 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നൈട്രജൻ ആരായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്? ഹൈഡ്രജനുമായിട്ട്. സോ അപ്പോൾ ഇതിലെ ഈ 3 ഇലക്ട്രോൺസ് 3 ഹൈഡ്രജനായിട്ടാണ് ബോണ്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ എഴുതുന്നത്? ഹൈബ്രിഡ് ഓർബിറ്റൽസ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കുമ്പോൾ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കുന്നു. പക്ഷേ അതിൽ ആദ്യത്തേത് ലോൺ പെയർ ആണ്. 2s2ലെ ഇലക്ട്രോൺസ് ആണ്. ഇതാണ് നമ്മുടെ ലോൺ പെയർ. ഇത് 2s2ലെ ഇലക്ട്രോൺസ് ആണ്. ദിസ് ഈസ് ദി ലോൺ പെയർ പ്രസൻറ്റ് ഇൻ ദി നൈട്രജൻ ആറ്റം. ഇനി ബാക്കി 3 ഹൈഡ്രജൻ കൊടുക്കാം. ഓക്കെ, ആ 3 ഹൈഡ്രജന് വേണ്ടിയിട്ട് നമുക്ക് 3 ഈ പുതിയ ഓർബിറ്റൽസ് നമ്മളിപ്പോൾ വരയ്ക്കുക. ഇത് ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ, സെക്കൻഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ ആൻഡ് ദി തേർഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ. എല്ലാം ഒരേ സൈസും വരയ്ക്കുമ്പോൾ കേട്ടോ. ഇത് 3 എണ്ണം വരയ്ക്കണം. 3 എണ്ണം വരച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഈ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിന് വീണ്ടും ഇവർ കമ്പൈൻ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജനുമായിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ നോഡുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മളുടെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തത്. അതിൽ ഒരെണ്ണം ലോൺ പെയർ ആണ്. ഇനി ഈ ഓർബിറ്റൽസ് നമ്മൾ ചെയ്യേണ്ടത്
എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3 ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത് 3 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ താഴേക്ക് ഇറക്കി വരയ്ക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ലോൺ പെയർ, അത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇത് ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ, സെക്കൻഡ് വൺ വരച്ചു, ഇത് മൂന്നാമത്തത് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ലോൺ പെയർ ഇങ്ങനെ തന്നെ നിന്നോട്ടെ. അത് നമുക്ക് വേണമെങ്കിൽ വേറെ കളർ കൊടുത്ത് വരയ്ക്കായിരുന്നു. ഇതാണ് ലോൺ പെയർ. ഇനി ഈ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ ഇവിടെ വരച്ച് വയ്ക്കുക. ഇത് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ, സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ, തേർഡ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലോട് വരയ്ക്കുക. ഇതെല്ലാം ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽസ്. ഓക്കെ, ഇനി ഇവിടെയുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഇപ്പം നൈട്രജൻ അതിൻ്റെ ലോൺ പെയർ, ആ ലോൺ പെയറിൽ ഇലക്ട്രോൺ ഇല്ല കേട്ടോ, ഐ മീൻ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ലോൺ പെയർ. ഇനി ബാക്കി 3 ഹൈബ്രിഡ് ഓർബിറ്റലും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത 3 ഓർബിറ്റൽസ് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് NH3 മോളിക്യൂളിൻ്റെ ഷേപ്പ്. NH3 മോളിക്യൂളിൻ്റെ ഷേപ്പിനെ നമ്മൾ പിരമിഡൽ ഷേപ്പ് എന്നാണ് പറയുന്നത്. പിരമിഡൽ. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ടെട്രാഹെഡ്രൽ എന്നും പറയാം. കറക്റ്റ് തന്നെയാണ്. കാരണം ആക്ച്വൽ ടെട്രാഹെഡ്രൽ ഷേപ്പ് അല്ല, കാരണം ഇവിടെ ലോൺ പെയറാണ് വന്നിരിക്കുന്നത്. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ sp3 ഹൈബ്രിഡൈസേഷൻ പറയുമ്പോൾ 109 ഡിഗ്രി 28 മിനിറ്റാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ആ ബോണ്ടുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ ഉള്ളത് കാരണം ഈ ലോൺ പെയർ ഈ ബോണ്ടിങ്ങിൽ വന്ന ഇലക്ട്രോൺസുമായിട്ട് റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് ബോണ്ട് ആംഗിൾ കുറച്ച് വ്യത്യാസം വരും. ബോണ്ട് ആംഗിൾ കുറച്ച് കുറഞ്ഞു പോകും. ഇപ്പം ലോൺ പെയർ റിപ്പൽ ചെയ്യുന്നു. ആരായിട്ട് റിപ്പൽ ചെയ്യുന്നു? ബോണ്ട് പെയേഴ്സ് ആയിട്ട്. ബോണ്ട് പെയേഴ്സ് ആയിട്ട് റിപ്പൽ ചെയ്യുന്ന കാരണം ബോണ്ട് പെയർ റിപ്പൽഷൻ വിൽ ബി ദർ, which means that the bond angle will be reduced from the normal sp3 bond angle. നോർമൽ sp3 ബോണ്ട് ആംഗിൾ എത്രയായിരുന്നു? 109 ഡിഗ്രി 28 മിനിറ്റ്സ്. അതിൽ നിന്ന് ബോണ്ട് ആംഗിൾ ഒരുപാട് കുറഞ്ഞു പോകും. What is the reason behind it? The reason is that there is lone pair repulsion exists in ammonia molecule. Okay, so there is lone pair bond pair repulsion. So because of lone pair bond pair repulsion, bond angle is reduced. എത്ര റെഡ്യൂസ് ചെയ്യും? റെഡ്യൂസ് ചെയ്യുന്നത് 107 ഡിഗ്രി 107 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ സ്ട്രക്ചർ എന്ന് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ അല്ലെങ്കിൽ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് പിരമിഡൽ. ബോണ്ട് ആംഗിൾ പറഞ്ഞു 107 ഡിഗ്രി. ബോണ്ട് ആംഗിൾ കുറയാൻ കാരണം there exists repulsion between lone pair and bond pair. ഇതാണ് നമ്മുടെ അമോണിയ മോളിക്യൂളിൻ്റെ sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി നമുക്ക് വാട്ടർ മോളിക്യൂളിനെയും കൂടെ ഒന്ന് നോക്കാം. വാട്ടർ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ പഠിക്കാൻ നേരത്ത് ഒരു കാര്യം ഓർത്ത് വെക്കണം. വാട്ടറിൽ 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ മോളിക്യൂളിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി വ്യത്യാസമായിരിക്കും. അമോണിയയിൽ 1 ലോൺ പെയർ ആയിരുന്നു. അതുകൊണ്ടാണ് ബോണ്ട് ആംഗിളൊക്കെ മാറിയത്. ആക്ച്വൽ സ്ട്രക്ചറിൽ നിന്ന് ഷേപ്പ് മാറിപ്പോയി. ഇവിടെ നമുക്ക് 2 ലോൺ പെയർ ഉണ്ട് വാട്ടർ മോളിക്യൂളിൽ. 2 ലോൺ പെയർസ്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2 ലോൺ പെയർ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആയി? 4 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആറ്റം എടുക്കുക. സെൻട്രൽ ആറ്റം ഓക്സിജൻ എടുക്കുക. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ Z = 8. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p4 കോൺഫിഗറേഷൻ. എന്നിട്ട് ലാസ്റ്റ് ഷെൽ മാത്രം എടുക്കുക. അപ്പോൾ നമ്മളതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയും. ഇപ്പോൾ 2s 2 ഇലക്ട്രോൺസ്, 2p ഷെൽ എടുക്കുക. അതിൽ (2p4) സോ 1 2 നമുക്ക് 3 എണ്ണം വരയ്ക്കാം. ഇത് 2s 2 ഇലക്ട്രോൺസ്, 2px 2py 2pz. അപ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 1 ഇലക്ട്രോൺസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 എണ്ണം വന്നു. നാലാമത്തത് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ.
ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നൈട്രജൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ ഓൾറെഡി ഫിൽഡ് ആണ് ഇലക്ട്രോൺസ്. അതായത് എല്ലാ ഓർബിറ്റിലും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിന് ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി ഈ ഓർബിറ്റലുകൾ തമ്മിൽ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 1 s ഓർബിറ്റലുണ്ട്. എത്ര p ഓർബിറ്റലുണ്ട്? 3 എണ്ണം. സോ 3 p ഓർബിറ്റൽസ് ഇവർ തമ്മിൽ മിക്സ് ചെയ്യുന്നു. അതായത് sp3 3 p ഓർബിറ്റലാണ്. സോ ഇറ്റ് ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ അഗെയിൻ. നമുക്ക് 3 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഐ മീൻ 4 എണ്ണം. 3 പിയും ഒരു എസും കൂടെ ചേരുമ്പോൾ 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. അപ്പം നമുക്കത് 4 എണ്ണം വരച്ച് നോക്കാം. പക്ഷെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്. 2s 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ലോൺ പെയർ ആണ്. അതുപോലെ 2p നമുക്ക് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ലോൺ പെയർ ആണ്. അപ്പോൾ ലോൺ പെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് 4 ഓർബിറ്റൽസ് വരയ്ക്കണം. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കാം. പക്ഷെ അത് 2 എണ്ണം ലോൺ പെയർ ആണ്. ഇതൊരു ലോൺ പെയർ. അതുപോലെ തന്നെ സെക്കൻഡ് ഓർബിറ്റൽ ഇതും ലോൺ പെയർ. അതായത് 2s 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2p 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2px2, 2py1, 2pz1 ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ 2s 2 ഇലക്ട്രോൺസും 2px 2 ഇലക്ട്രോൺസും ഫിൽഡ് ആണ്. അവർ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവരെയാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോൺ പെയർ ആണ്. ലോൺ പെയർ, ലോൺ മീൻസ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഇനി നമുക്ക് ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റലിലെ ബാക്കി 2 എണ്ണം ഇവരാണ് ആക്ച്വലി ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ്, sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇനി ഇവർ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ആകെ ഇവിടെ 2 എണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് സ്ട്രക്ചർ നോക്കിക്കുക, വാട്ടറിൻ്റെ 2 ഹൈഡ്രജൻ്റെ വരുന്നുള്ളൂ. അപ്പോൾ 2 ഓർബിറ്റൽസ് മതി നമുക്ക്. അപ്പോൾ ഇത് വീണ്ടും 2 ഹൈഡ്രജൻ, എത്ര ഹൈഡ്രജൻ വരുന്നു? 2 ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ലോൺ പെയർ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതൊരു ലോൺ പെയർ, ഇത് സെക്കൻഡ് ലോൺ പെയർ. ഇനി നെക്സ്റ്റ് 2 ഓർബിറ്റൽസ്, പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ്, ഇതൊരെണ്ണം. ഇതിലൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് ഇവിടേക്ക് ഇലക്ട്രോൺ, സിംഗിൾ ഇലക്ട്രോൺസ് ഉണ്ട് കേട്ടോ. ഈ സിംഗിൾ ഇലക്ട്രോൺ ആണ് ഹൈഡ്രജൻ്റെ 1s1 ഇലക്ട്രോൺ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഹൈഡ്രജൻ്റെ 1s1 ഇലക്ട്രോൺ എടുക്കുക നമുക്ക്. ഇത് ഹൈഡ്രജൻ്റെ 1s1. ഓക്കെ, 1s1 ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇനി ഈ ഓർബിറ്റലുകൾ ഇപ്പം നമ്മളിപ്പോൾ ഓവർലാപ്പിന് ഇട്ട് വെച്ച ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ലോൺ പെയേഴ്സിനെ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ബി റിമെയിൻ സെയിം. ഇതൊരു ലോൺ പെയർ, സെക്കൻഡ് ലോൺ പെയർ. ഓക്കെ, അവരങ്ങനെ തന്നെ നിൽക്കും. ദേ ഡോണ്ട് ഹാവ് എനി ചേഞ്ച്. പിന്നെ നമുക്ക് ഓവർലാപ്പ് ചെയ്ത, പിന്നെ നമ്മുടെ നൈട്രജൻ ആറ്റമാണ് കേട്ടോ. നൈട്രജൻ ഇവിടെ ഒരു, ഐ മീൻ വാട്ടർ ഉണ്ടല്ലോ നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇറ്റ് ഇസ് ഓക്സിജൻ ആറ്റം. സോറി, ദിസ് ഇസ് ഓക്സിജൻ ആറ്റം. അപ്പോൾ ഓക്സിജൻ്റെ ഇത് ഒരു ഹൈഡ്രജൻ, ഇത് സെക്കൻഡ് ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് H2O മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറെ നമ്മൾ ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്പ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ലോൺ പെയേഴ്സ് ഉണ്ട്. ലോൺ പെയർ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇനിയുള്ള റിപ്പൽഷൻ എന്ന് പറയുന്നത് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. ലോൺ പെയർ, ബോണ്ട് പെയർ റിപ്പൽഷൻ. അതുപോലെ തന്നെ 2 ബോണ്ടിങ് പെയേഴ്സ് ഉണ്ട്, അവർ തമ്മിലും റിപ്പൽഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ മോളിക്കുള്ള 2 ടൈപ്പ് റിപ്പൽഷൻ ഇവിടെ ഉണ്ട്. ആ റിപ്പൽഷൻ എന്ന് പറയുന്നത് ലോൺ പെയറുകൾ തമ്മിലുള്ളത് റിപ്പൽഷൻ, ലോൺ പെയർ റിപ്പൽഷൻ, ദെൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, പിന്നെ മൂന്നാമത്തത് ബോണ്ട് പെയർ റിപ്പൽഷൻ. ഇങ്ങനെ 3 ടൈപ്പ് റിപ്പൽഷൻ ഉള്ളത് കാരണം ബോണ്ട് ആംഗിൾ നമ്മുടെ നോർമൽ ബോണ്ട് ആംഗിളിൽ നിന്ന് കുറച്ചും കൂടി കുറയും. എത്ര വരും? 104.5 ഡിഗ്രി.
ഇതാണ് നമ്മുടെ ബോണ്ട് ആംഗിൾ. ഇതാണ് വാട്ടറിൻ്റെ ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ. സ്ട്രക്ചർ എഴുതുക, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇല്ല. sp3 ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു. sp3 ഹൈബ്രിഡൈസേഷനിൽ അവർ 4 പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ്റെ 1s1 ഓർബിറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യിക്കുക. സോ മോളിക്കുലർ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ്. ടൈപ്സ് ഓഫ് റിപ്പൽഷൻ 3 എണ്ണം. ലോൺ പെയർ റിപ്പൽഷൻ, ദെൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, ബോണ്ട് പെയർ റിപ്പൽഷൻ. ഇങ്ങനെ 3 ടൈപ്പ് റിപ്പൽഷനും എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം നോർമൽ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ അല്ല ഇവിടെ വരുന്നത്. നോർമൽ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ്സ്. അതിൽ നിന്ന് ഒരുപാട് കുറഞ്ഞു വരും, 104.5 ഡിഗ്രി. ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിൻ്റെ sp3 ഹൈബ്രിഡൈസേഷൻ.